മിഡ് വീക്ക് സസ്പെൻഷനിലുള്ളവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ടാസ്കിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. ടാസ്കിന്റെ പേര് കോൾവാർ. ടാസ്ക് എങ്ങനെയെന്ന് വെച്ചാൽ മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള 6 പേർക്കും ഓരോ ഫ്രിഡ്ജ് വീതം ഉണ്ടാകും. ഇവർ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്ത ആ സഹായികൾ തന്നെയായിരിക്കും ഇവർക്ക് വേണ്ടി ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരിടത്ത് കുറച്ച് പ്രോപ്പർട്ടികളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ടാകും. സഹായികൾ 2 പേര് ചേർന്നുകൊണ്ട് ആ ഒരു കൂട്ടിയിട്ട പ്രോപ്പർട്ടികൾ മാക്സിമം എടുത്ത് ഫ്രിഡ്ജിൽ നിറയ്ക്കുക എന്നതാണ് ടാസ്ക്. ആദ്യ ബസർ കേൾക്കുമ്പോൾ ഫ്രിഡ്ജിൽ മാക്സിമം സാധനങ്ങൾ നിറയ്ക്കണം. രണ്ടാമത്തെ ബസർ കേൾക്കുമ്പോൾ ടാസ്ക് നിർത്തണം. അങ്ങനെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറയ്ക്കുന്ന ടീമായിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിക്കുക. അങ്ങനെ ടാസ്ക് ലെറ്റർ വായിച്ച ശേഷം എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ എത്തുന്നുണ്ട്. അതിനുശേഷം ബസർ അടിക്കുമ്പോൾ ടാസ്ക് എല്ലാം തുടങ്ങുന്നു. എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ ടാസ്ക് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് ടാസ്ക് നിർത്താനായിട്ടുള്ള അടുത്ത ബസറും അടിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, ഇനി ഓരോരുത്തരും അവരുടെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം. അങ്ങനെ എല്ലാവരും സാധനങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറച്ചത് അനീഷിന്റെ ടീമായ അപ്പാനിയും അനുമോളുമായിരിക്കും. അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ എണ്ണം എല്ലാം പറഞ്ഞ ശേഷം എല്ലാവരോടും അവരവരുടെ ഫ്രിഡ്ജിന്റെ നേരെ നിൽക്കാനായിട്ട് പറയുകയാണ് ബിഗ് ബോസ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, അപ്പൂപ്പനെയും അമ്മൂമ്മയെയും ടൂൾ ബോക്സ് ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല, നിങ്ങൾ വെക്കാറുണ്ടോ? ടാസ്ക് ആണെങ്കിലും പറയുന്ന പോലെ ചെയ്യാതെ അല്പം ലോജിക്കൊക്കെ വേണ്ടേ? അതുകൊണ്ട് ക്യാപ്റ്റനോട് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രം, അതായത് ഭക്ഷണ സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ കൗണ്ട് ചെയ്യാനായിട്ട് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചമ്മി നാറി നിൽക്കുന്നു. മത്സരാർത്ഥികൾ ടാസ്ക് ലെറ്ററിൽ വായിച്ച പോലെ തന്നെയാണ് ടാസ്ക് ചെയ്തത്, എന്നാൽ അവിടെ ബുദ്ധി ഉപയോഗിച്ചില്ല എന്ന് മാത്രം. അങ്ങനെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് ഓരോരുത്തരുടെയും ഫ്രിഡ്ജെല്ലാം പരിശോധിച്ച് അവിടെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആദ്യം പരിശോധിക്കുന്നത് അപ്പാനിയുടെയും അനുമോളുടെയും ഫ്രിഡ്ജാണ്. അനീഷിന് ലഭിച്ച സാധനങ്ങൾ 24 എണ്ണം, സരികയ്ക്ക് കിട്ടിയത് 23, ഒനിയലിന് കിട്ടിയത് 47, റനയ്ക്ക് കിട്ടിയത് 37, രേണുവിന് കിട്ടിയത് 32, ശാരികയ്ക്ക് കിട്ടിയത് 19 എന്നിങ്ങനെയൊക്കെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ, അതായത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ഒനിയലിന് വേണ്ടി അക്ബറും ഷാനവാസുമാണ്. 47 സാധനങ്ങളാണ് ഇവർ കളക്ട് ചെയ്തത്. ഏറ്റവും കുറവ് സാധനങ്ങൾ കളക്ട് ചെയ്തത് ശാരികയാണ്. 19 എണ്ണമാണ് വിന്നിയും ശൈത്യയും ശാരികയ്ക്ക് വേണ്ടി കളക്ട് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. കൂടുതൽ പോയിന്റുമായിട്ട് ഒനിയിലാണ് ഈ ഒരു റൗണ്ടിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ ഔട്ട്സൈഡ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.